സിംഹവും ചുണ്ടലിയും. ഒരിക്കൽ ഒരു സിംഹം തന്റെ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അതുവഴി പോയ ഒരു ചുണ്ടലി ഗുഹയിലേക്ക് കയറി ഉറങ്ങിക്കിടന്ന സിംഹത്തിന്റെ അടുത്ത് ഓടിക്കളിക്കുവാൻ തുടങ്ങി. സിംഹം എന്തായാലും ഉറങ്ങുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് സിംഹം സംശയിക്കുകയുമില്ല എന്ന് ചുണ്ടലി മനസ്സിൽ വിചാരിച്ചു. ഓടിക്കളിക്കുന്നതിനിടയിൽ സിംഹത്തിന്റെ മൂക്കിനടുത്ത് അറിയാതെ എത്തിയപ്പോൾ സിംഹം ഉണർന്നു. ടപ്പേ! ഒറ്റയടിക്ക് സിംഹം ചുണ്ടലിയെ കൈക്കുള്ളിലാക്കി. തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൽ വളരെ ദേഷ്യത്തിലായിരുന്നു സിംഹം. എന്നോട് ക്ഷമിക്കൂ, ചുണ്ടലി കരഞ്ഞു. എന്നെ വെറുതെ വിടൂ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ താങ്കൾക്ക് സഹായം ചെയ്യാം. സിംഹം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ വളരെ ചെറുതാണ്, നീ എനിക്ക് എന്ത് സഹായം ചെയ്യും? സിംഹത്തിന് ദയ തോന്നി ചുണ്ടലിയെ വെറുതെ വിട്ടു. അടുത്ത ദിവസം 2 വേട്ടക്കാർ കാട്ടിലേക്ക് വന്നു. അവർ സിംഹത്തിന്റെ കൂടിനു മുന്നിൽ ഒരു വലിയ കെണി ഒരുക്കി. സിംഹം അതറിഞ്ഞില്ല. രാത്രിയിൽ ഗുഹയിലേക്ക് വന്ന സിംഹം ആ കെണിയിൽ പെട്ടു. എത്ര ശ്രമിച്ചിട്ടും സിംഹത്തിന് വലയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ അലറുകയും കരയുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ചുണ്ടലി കരച്ചിൽ കേട്ടത്. അവൻ സിംഹത്തെ സഹായിക്കാൻ ഓടിയെത്തി. ചുണ്ടലി അവന്റെ പല്ലുകൾ ഉപയോഗിച്ച് കെണിയിലെ കയറുകളെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷപ്പെടുത്തി. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചില്ലേ? ഇപ്പോൾ നോക്കൂ, ഒരു എലിയായ എനിക്ക് ഒരു സിംഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ സിംഹത്തിന് മനസ്സിലായി, അന്ന് ഞാൻ എലിയോട് കാണിച്ച ദയ വെറുതെ ആയില്ലെന്ന്. ആരെയും നിസ്സാരമായി കാണരുത്.